മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിലെ നാലാങ്കേരി വാർഡിൽ ഒടേൽ തേക്കുംകാട് റോഡ് അതിൻ്റെ റോഡ് സൈഡിലുള്ള ഓട വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെട്ട തൊഴിലാളികൾ. സ്ത്രീ തൊഴിലാളികൾ 2-3 ദിവസമായിട്ട് ഇത് വൃത്തിയാക്കിക്കൊണ്ടുണ്ട്. പക്ഷേ ഇത് പരിപൂർണതയിൽ എത്തണമെങ്കിൽ ഇത് ബാക്ക് വൃത്തിയാക്കിക്കൊണ്ട് മാത്രം പോരാ. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നന്നായിട്ട് വെള്ളം കയറി, വെള്ളം അപ്പുറത്തേക്ക്, അതായത് ഇതിലൊരു വീപ്പ ഇട്ടിട്ടുണ്ട്, ആ വീപ്പയിൽ കൂടെ വെള്ളം അപ്പുറത്തെ ഭാഗത്തേക്ക് ഒഴിഞ്ഞു പോവാണ്. അതിൽ മണ്ണും ചളിയും വന്ന് അടിഞ്ഞ കാരണം വെള്ളം ബ്ലോക്കാവുകയും അത് കാരണം ഈ റോഡിൽ മുഴുവൻ വെള്ളം കയറി സ്കൂള് കുട്ടികൾക്ക്, മദ്രസ കുട്ടികൾക്കൊക്കെ ഒന്ന് പോകാൻ പറ്റാതായി. അവസാനം മുനിസിപ്പാലിറ്റി ഇടപെട്ട് ഉടനെ തന്നെ JCB കൊണ്ടുവന്ന് തൽക്കാലമായിട്ട് ആ മണ്ണ് ഒക്കെ കോരി കളഞ്ഞിട്ട് വെള്ളം താൽക്കാലികമായിട്ട് ഒഴുക്കി അങ്ങനെ വൃത്തിയായിട്ടുണ്ട്. പക്ഷേ അത് മഴ തുടങ്ങിയ ശേഷമാണ് ചെയ്തത്. അപ്പോൾ ഇപ്രാവശ്യം ഇത് ആകെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് തന്നെ നമുക്കിത് ചിത്രത്തിൽ കാണാം. അതായത് 1 മീറ്റർ 1.5 മീറ്റർ ആഴമുള്ള തോടാണിത്. ആ തോട്ടിലേക്ക് മുഴുവൻ മണ്ണ്, ചളിയും മണ്ണും വന്ന് അടിഞ്ഞിട്ടാണ് ഉള്ളത്. കണ്ടോ, ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. ഇതിൻ്റെ ഒരു ഭാഗം കണ്ടോ, ഈ ഭാഗത്തൊക്കെ ആഴമുണ്ട്, നല്ല ആഴമുണ്ട്. ഏകദേശം 1 മീറ്റർ 1.5 മീറ്റർ ഒക്കെ ആഴമുള്ള ഒരു ആണിത്തോടാണിത്. അപ്പോൾ സ്ഥിരമായിട്ട് മഴക്കാലം കഴിഞ്ഞാൽ 5, 6, 7 മാസം ഇതിൽ നിറച്ചും വെള്ളം ഉണ്ടാവും. അത് മാത്രമല്ല വെള്ളത്തിൽ കൂടെ ഒരുപാട് വേസ്റ്റൊക്കെ ഒലിച്ച് വരുന്ന സ്ഥലവും കൂടിയാണ്. തേക്കുംകാട് ഭാഗത്ത് നിന്ന് കുറേ വേസ്റ്റൊക്കെ ഒലിച്ച് വരുത്തുന്നുണ്ട്, ചപ്പും ചവറൊക്കെ. അപ്പോൾ അത് ഒഴിഞ്ഞു പോകാൻ മാത്രം ഈ വീപ്പയ്ക്ക് സൗകര്യമില്ല. അത് മാത്രം ഇതിൻ്റെ പാർശ്വഭിത്തിയൊക്കെ ഇടിഞ്ഞ് ആണിയിൽ വീണിട്ടുണ്ട്, കരിങ്കല്ല് വീണിട്ടും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ അധികൃതരോട് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഈ മണ്ണ് കോരി മാറ്റി ഈ ആണിത്തോടിൻ്റെ ആഴം വർദ്ധിപ്പിച്ചെങ്കിൽ മാത്രമേ വെള്ളം ഒഴിഞ്ഞു പോവുള്ളൂ. അതല്ലെങ്കിൽ എങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ കൊണ്ട് ശാശ്വതമായ ഒരു പരിഹാരം ആയി കിട്ടുന്നുള്ളൂ. ഇപ്പോൾ നിത്യേന സ്കൂൾ മദ്രസ വിദ്യാർത്ഥികൾ പോകുന്ന, ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായി കുറേ വാഹനങ്ങൾ ഇവിടെ വരാറുണ്ട്. ബസ് ഇതൊക്കെ ഇവിടെ വരുന്നുണ്ട്. 5-8 സ്കൂൾ വാഹനങ്ങൾ ഇവിടെ വന്ന് കുട്ടികളെ ഇറക്കിയും കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വണ്ടി തിരിക്കുന്ന സ്ഥലത്താണിപ്പോൾ ഇതിൻ്റെ പാർശ്വഭിത്തിയുടെ കരിങ്ക് ഇടിഞ്ഞു വീണിട്ട് ഇതിൻ്റെ ഇതുണ്ടാ മാളം വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ വെള്ളം ഒഴിഞ്ഞു പോകേണ്ട സ്ഥലം ഇത്. ആ വലിയൊരു വീപ്പ അതിൻ്റെ 1/4 ഭാഗം മൂടിക്കിടക്കാന്ന്. അപ്പം മഴവെള്ളം വന്നാൽ ചെളി കെട്ടി നിൽക്കല്ലാതെ ഇത് ഒഴിഞ്ഞു പോയില്ല. അപ്പോൾ ഇത് ബാക്കി വൃത്തിയാക്കാൻ മാത്രം കാര്യങ്ങൾ നടക്കുന്നില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട മുനിസിപ്പാലിറ്റിയോട് പറയാനുള്ളത്, ഇത് കണ്ടോ, കല്ലൊക്കെ ഇടിഞ്ഞിട്ട് വാഹനം സൈഡ് കൊടുക്കുമ്പം തീർച്ചയായും അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ കരിങ്കല്ലൊക്കെ ഇടിഞ്ഞ് താഴെ ആണിയിൽ വീണിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുനിസിപ്പാലിറ്റിയോട് പറയാനുള്ളത്, ഈ ഓട എത്രയും പെട്ടെന്ന് JCB ഇറ്റാച്ചിയെ വെച്ച് ഈ മണ്ണൊക്കെ മാറിക്കളഞ്ഞെങ്കിൽ ആഴം ഉണ്ടെങ്കിൽ മാത്രമേ വെള്ളം റോഡിൽ കടക്കാതെ, റോഡിലേക്ക് വെള്ളം കയറാതെ ഒഴിഞ്ഞു പോകുള്ളൂ. അതേപോലെ തന്നെ ആ വീപ്പ അതിൻ്റെ വായ മൂടിക്കിടക്കാന്ന് അവിടെ ഉള്ള മണ്ണും കോരി മാറ്റണം. എന്നാൽ മാത്രമേ നമുക്ക് സുഗമമായ യാത്രയ്ക്കും അതുപോലെ വെള്ളക്കെട്ട് ഇവിടുന്ന് മഴക്കാലം ഒഴിവാക്കാനും പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ മുനിസിപ്പാലിറ്റി വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തൊഴിലുറപ്പ് പദ്ധതിയിലെ പണിക്കാരെ കൊണ്ട് പറയും അവർ വെറുതെ നിൽക്കാമെന്ന് പറയും. അപ്പോൾ ഇത് കണ്ടോ നിങ്ങൾ, വളരെ കഷ്ടപ്പെട്ടിട്ട് ഭയങ്കര പ്രയാസത്തിലാണ് ഇവർ ഈ കാട് വെട്ടി വൃത്തിയാക്കുന്നത്. കാരണം വള്ളിപ്പടർപ്പ് മുറിച്ച് മാറ്റണമെങ്കിൽ ഭയങ്കര പണിയാണ്. അത് അത്ര വൃത്തിക്ക് ഇതാക്കി കിട്ടില്ല. കണ്ടോ, കൊത്തി പറിച്ചെടുക്കണം. വളരെ പ്രയാസപ്പെട്ട് അവരെ കയ്യും കാലൊക്കെ നന്നായിട്ട് വേദനിക്കുന്നുണ്ടെന്ന് തൊഴിലാളികൾ പറയുന്നു. കാരണം ഇത് 2-3 ദിവസമായിട്ട് ഇത് തന്നെയാണ് പണി. അപ്പോൾ ഇത് കൊത്തി പറിച്ചെടുക്കേണ്ടി പാടാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ നീക്കം ചെയ്താൽ തന്നെയും എത്രയും പെട്ടെന്ന് ഇറ്റാച്ചിയോ കൊണ്ട് വന്നിട്ട് ഈ മണ്ണ് കൂടി കോരി മാറ്റാൻ വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട മുനിസിപ്പാലിറ്റി ശ്രമിക്കണം. അത് മുനിസിപ്പാലിറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം മഴക്കാലം ഇവിടെ വെള്ളക്കെട്ട് ഉണ്ടാവുകയും മഹല്ല് കമ്മിറ്റിയും അതുപോലെ മുനിസിപ്പാലിറ്റിയൊക്കെ ഇടപെട്ട് ഉടനെ JCB ഒക്കെ കൊണ്ടാന്ന് കോരിയിട്ട് മണ്ണ് മാറ്റിയെങ്കിലും ആ മണ്ണൊക്കെ വെള്ളത്തിൽ ഒലിച്ചു പോയിട്ട് ഇപ്പോൾ അവിടെ ബ്ലോക്കായിട്ടുള്ള ആ വീപ്പൻ്റെ അടുത്ത് അത് ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ വീപ്പയുടെ മൂടിക്കിടക്കുന്ന വായുവിൻ്റെ ഭാഗവും കൂടി വൃത്തിയാക്കി ഓട ശുചീകരിച്ചെങ്കിൽ മാത്രമേ നമുക്കിത് പ്രയോജനം ചെയ്യുള്ളൂ.